ബിഗ് ബോസ് വീട്ടിൽ ജയിൽ നോമിനേഷൻ ടാസ്കിനിടയിൽ ജിസേലിനെ അനുമോൾ അടിച്ചതെന്ന് ജിസേൽ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ബിഗ് ബോസ് ഇതുവരെ ആ ഒരു കാര്യത്തിൽ തീരുമാനം ഒന്നും പറയിച്ചിട്ടില്ല. എല്ലാവരോടും പിരിഞ്ഞു പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ ജിസേൽ കിച്ചണിലേക്ക് വരുന്നു. അതിനുശേഷം ആര്യനുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ഫൈറ്റ് ഉണ്ടാക്കുന്നു. ആര്യൻ എന്തിനാണ് അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്? സരിതയ്ക്ക് എന്തിനാണ് വോട്ട് ചെയ്തത്? സരിതയല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളാണ് ജയിലിൽ പോകേണ്ടത്. നീ എന്തിനാണ് സരിത ചേച്ചീനെ സപ്പോർട്ട് ചെയ്യാതെ അനുമോളെ സപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് നടക്കുന്നുണ്ട്. എനിക്കിഷ്ടമുള്ള ആളെയാണ് ഞാൻ ചൂസ് ചെയ്യുക, എനിക്ക് തോന്നുന്ന ആളെ ഞാൻ പറയും എന്നൊക്കെ ആര്യൻ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ളൊരു ഫൈറ്റാണ് നടക്കുന്നത്. അനുമോൾ ബിഗ് ബോസ് വീട്ടിലെ ഒരു കള്ളിയാണ്. അവൾ ചപ്പാത്തി എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു. കള്ളത്തരം ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനുമോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും ജിസേലിൻ്റെ അടുത്തേക്ക് വരികയും കൈ ചൂണ്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അടി നടന്നോ എന്നൊന്നും ലൈവിൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ആ ഒരു കറക്റ്റായിട്ട് കൈയെടുത്ത് മാറ്റുന്നുണ്ട്. അത് പക്ഷേ ആദ്യം ജിസേലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജിസേൽ അനുമോൾ ഉന്തി, പിന്നെ അനുമോൾ കൈ ചൂണ്ടിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ആ കൈ അടുത്ത് മാറ്റിയിട്ടുണ്ട്. അനുമോൾ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണെങ്കിലും അനുമോൾക്കെതിരെ എല്ലാവരും തിരിഞ്ഞിരിക്കുകയാണ്. ശരത്തൊക്കെ ആണെങ്കിലും അവൾ എന്നെ പോടോ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അവൾ എന്തിനാണ് എന്നെ അങ്ങനെ വിളിക്കുന്നത്? അവളെ ഞാൻ പോടിയെന്നൊന്നും വിളിച്ചിട്ടില്ലല്ലോ. പിന്നെ ഞാൻ എന്തോ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു എൻ്റെ ഭാര്യേനെ പോയി വിളിക്കാൻ, 3 മാസം ഗർഭിണിയാണ് എൻ്റെ ഭാര്യ. അപ്പാണി ചെറുതൊക്കെ നിന്ന നിപ്പിലാണ് കാല് മാറുന്നത്. അതേപോലെ തന്നെ സരിത, രേണു ഇവരൊക്കെ നമ്മുടെ അനുമോൾക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഗൂഢാലോചനയാണ്. നമ്മുടെ ബിൻസി ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ബിൻസി എല്ലാവരോടും പറയുന്നുണ്ട് അനുമോൾ അങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ടില്ല, അത് ജിസേൽ തന്നെ എന്നോട് സമ്മതിച്ച ഒരു കാര്യമാണ്. അത് ജിസേലിൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ബിൻസി അത് പറയുന്നതും. ബിൻസി പറയുമ്പോൾ ജിസേൽ പറയുന്നുണ്ട് അവൾ എന്തോ വേറെന്തോ അരി എന്തോ പോലത്തെ സാധനം എടുത്തുകൊണ്ട് പോകുന്നതാണ് ഞാൻ കണ്ടതെന്നാണ് ഇപ്പോൾ പറയുന്നത്. അവൾ കട്ടിട്ടില്ല എന്ന് ബിൻസി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയുന്നുണ്ട്. കാരണം കിച്ചൺ ടീമിൽ ഞാനുണ്ടായിരുന്നു, ഞാൻ അവിടെ ഫുഡ് ഉണ്ടാക്കാൻ പല ടൈമിലുണ്ട്. അവൾ വന്ന് എടുത്തിട്ട് പോകുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇല്ലാത്ത കാര്യം ആരും പറയാൻ നിൽക്കണ്ടെന്ന്. അപ്പോഴേക്കും സരിത ഇതിനകത്ത് കയറി ഇടപെടുന്നുണ്ട്. സരിത പറയുന്നുണ്ട് അവൾ ഇവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നവർക്കാണ് എന്ത് മനുഷ്യ പറ്റുന്നത്. അപ്പോഴേക്കും രേണു ഇതിനകത്തേക്ക് പിടിച്ചു തൂങ്ങുന്നുണ്ട്. രേണുവും പറയുന്നുണ്ട് അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ രേണുവിന് ഇതുവരെ ബിഗ് ബോസ് വീട്ടിൽ കഴിഞ്ഞിട്ടില്ല. വെറുതെ കുറേ അനാവശ്യമായ കണ്ടന്റുകൾ മാത്രമാണ് രേണു ഉണ്ടാക്കുന്നത്. ശരിക്കും ബിഗ് ബോസ് വീട്ടിൽ അനുമോൾ ജിസേൽ വിഷയത്തിൽ നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക. നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്?